ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കാത്ത സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. റിപ്പോർട്ട് പൂഴ്ത്തിയത് ഗുരുതര കുറ്റമാണ്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് അപഹാസ്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ജസ്റ്റിസ് ഹേമ സർക്കാരെ അയച്ച കത്തിലെഴുതിയിരിക്കുന്ന നിങ്ങളിത് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾസ് നിങ്ങൾ പാലിക്കണമെന്നാണ്. അതിൻ്റെ മറവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഈ ഇരകളായവരെ അപമാനിക്കുകയാണ്. സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കോൺക്ലേവ്. ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല. സിനിമയിൽ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല, പക്ഷേ സിനിമയിൽ കുറ്റം ചെയ്ത ആളുകൾ, ഈ കുറ്റം ഗുരുതരമായ കുറ്റം, പോക്സോ കേസ് അട്രാക്ട് ചെയ്യുന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. പ്രതിപക്ഷം അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. പരാതിയുമായി പോലീസ് സംവിധാനത്തിന് മുന്നിലേക്ക്, DGPക്ക് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് അന്നേ ദിവസം തന്നെ കടന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒന്നുകൂടി കടുപ്പിച്ച് അല്ലെങ്കിൽ ആവർത്തിച്ചുറപ്പിക്കുകയല്ലേ പ്രതിപക്ഷത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട്? തീർച്ചയായും അതെ സുജയ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ കർശന നടപടി എടുക്കണം, ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്ന ആവശ്യം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞതും ഇതുതന്നെയാണ്. WCC അടക്കം ഈ പ്രതിപക്ഷം ഉയർത്തിയ അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഇരകളെയും അതോടൊപ്പം തന്നെ ആരോപണ വിധേയരെയും ഒന്നിച്ചിരുത്തി ഒരു കോൺക്ലേവ് നടത്തുക എന്നത് അപഹാസ്യമാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഇത് തടയുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിയും അടക്കം പറഞ്ഞ ഇത്തരത്തിൽ കേസെടുക്കാൻ കഴിയില്ല, സ്വമേധയാ കേസെടുക്കാൻ അടക്കം കഴിയില്ല എന്ന് പറഞ്ഞതിനെ ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ തള്ളിയിരുന്നു. ഇതിനെയും ഇത് പ്രതിപക്ഷത്തിന്റെ നിലപാടിനോട് ധനമന്ത്രി യോജിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പുതിയ സാഹചര്യത്തിലും ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാത്ത സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷം. സുജയ, വിമർശനത്തിൽ മാത്രം ഒതുങ്ങുന്നുണ്ടോ? അതായത് നിയമ നടപടിയിലേക്ക് പോകണമെങ്കിൽ ഇര വരട്ടെ, ഇര പരാതി നൽകട്ടെ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് അവർ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഇത്തരത്തിൽ ഒരു ക്രൈം നടന്നു എന്നത് ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിയമ നടപടി എടുക്കാൻ സർക്കാരിന് മറ്റ് മൊഴികളുടെയോ മറ്റ് കൂടുതൽ നടപടിക്രമങ്ങളുടെയോ ആവശ്യമില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മാത്രവുമല്ല, പുതിയ പരിഷ്കരിച്ച നിയമങ്ങൾ പ്രകാരം ഇത്തരത്തിൽ ഈ സ്ത്രീ സംരക്ഷണത്തിനു വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ ഇത്തരത്തിൽ നിയമ നടപടിയിലേക്ക് കടക്കാൻ സർക്കാരിന് കഴിയും എന്നാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ അടക്കം ഇതിൽ ഒരു ഒളിച്ചുകളി നടത്തിയിരുന്നു. ഇത് മനഃപൂർവ്വം നടത്തുകയാണ്. മാത്രവുമല്ല, ആരോപണ വിധേയരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 4.5 വർഷത്തോളമായി ഈ റിപ്പോർട്ട് പൂഴ്ത്തിയത് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ യുവജന സംഘടനകളടക്കം ഇത്തരത്തിൽ പരാതിയുമായി സർക്കാരിനെ സമീപിക്കുന്നു. പോലീസ് നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ കേസെടുക്കാതെ ഇതിൽ അന്വേഷണം വൈകിപ്പിക്കുന്ന സർക്കാർ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുന്നു പ്രതിപക്ഷം. ഇവർ ഈ ഇരകളായ സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് ഇന്നും ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സുജയ.